ഹലോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിമിനറി എക്സാം ഇങ്ങ് അടുത്ത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഇനി ഒരു മാസമേ ഉള്ളൂ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി എന്ത് എന്ന് ചോദിച്ച് പകച്ച് നിൽക്കുന്ന ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവരോട് ചിലതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ടോപ്പിക് വൈസ് പഠിച്ചു, ഒന്നും കവറായിട്ടില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്ന ചിലരോട് പറയാനുള്ളത്, ഇനി നമ്മൾ ഇതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ കവർ ചെയ്തു എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്സ്, അതായത് നമ്മുടെ തൊട്ടടുത്ത് നടന്ന പ്രീവിയസ് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അടുത്തായി ചോദിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഏതാണെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് നമ്മളൊരു പേപ്പറിൽ എഴുതി കളക്ട് ചെയ്ത ശേഷം അതിനെ നമ്മൾ ഒരു മാസത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ കണക്കിന് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ആ ഹോട്ട് ടോപ്പിക്സിനെ മാത്രം ബേസ് ചെയ്ത് 30 ദിവസം കൊണ്ട് ആ ടോപ്പിക്സൊക്കെ കവർ ചെയ്ത് തീർക്കുക. അതിനുശേഷം റിവിഷൻ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മലയാളമൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ പഠിച്ച് മാക്സിമം ഒതുക്കാൻ പറ്റുന്ന പോർഷൻസ് കവർ ചെയ്യുക. ഇംഗ്ലീഷിൽ തന്നെ സിനോണിംസ്, ആൻറ്റോണിംസ് അങ്ങനെ പോലുള്ളതൊക്കെ നമ്മൾ കവർ ചെയ്യുക. അതുപോലെ ഗ്രാമർ ബേസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ തന്നെ ജെറണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കളക്റ്റീവ് നൗൺസ്, സിംഗുലർ പ്ലൂറൽസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ മാക്സിമം നമ്മൾ കവർ ചെയ്ത് എത്തിക്കുക. അതുപോലെ മലയാളത്തിൽ ഗ്രാമർ പോർഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല, എന്നാലും വൊക്കാബുലറി പോർഷൻസ് പറ്റുന്നത്രയും കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പര്യായ പദമായാലും വിപരീത പദമായാലും ഒറ്റപ്പദം, ശൈലികൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് മാക്സിമം കവർ ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെ കലാ സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് തൂലികാ നാമങ്ങൾ, പിന്നെ അപരനാമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇത്, പിന്നെ സ്പോർട്സിൽ നിന്ന് കായികമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ, അവാർഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള പോർഷൻസൊക്കെ നമ്മളെ കൊണ്ട് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാക്സിമം നോക്കാം. അതുപോലെ തന്നെ മാത്സിന് ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ കരുതേണ്ട സമയമായിട്ടുണ്ട്. മാത്സിന് പലരും അവസാനം ആവട്ടെ എന്ന് കരുതി ഒഴിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനി പ്രീവിയസ് ഇയർ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം കവർ ചെയ്ത് ഒതുക്കാൻ വേണ്ടി നോക്കുക. അതുമാത്രമല്ല, നമ്മൾ മാത്സ് വർക്ക് ഡെയിലി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് മാത്സിൽ തന്നെ നമുക്ക് മെൻ്റൽ എബിലിറ്റി പോർഷൻസൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള പോർഷൻസേ ഉള്ളൂ. പിന്നെ അല്ലാതെ മാത്സിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് സിമ്പിളെന്ന് തോന്നുന്ന പോർഷൻസ് മാക്സിമം നമ്മൾ കവർ ചെയ്ത് തീർത്തതിന് ശേഷം മറ്റ് പോർഷൻസിലേക്ക് പോയാൽ മതി. ഒരു മാസമേ ഉള്ളൂ എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രീവിയസ് ഇയർ അടുത്തിട്ട്, അതായത് 2024 നടന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത ശേഷം അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇനി അധികം ഇങ്ങനെ ടോപ്പിക്ക് പഠിച്ച് എടുക്കാനില്ല. അപ്പോൾ നമ്മൾ പഠിച്ചതിനെ തന്നെ റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാവുന്നതാണ്.
ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ തെറ്റുമ്പോൾ നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തുകൊണ്ടാണ് നമുക്കിത് തെറ്റിയത് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല. മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റുന്നത്, അപ്പോൾ ആ പോർഷൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഏരിയ കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ അടുത്തായിട്ട് വരുന്ന ഒരുപാട് മാതൃകാ ക്വസ്റ്റ്യൻസൊക്കെ അവരതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ തൊഴിൽ വീതിയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ പ്രസിദ്ധീകരണം വാങ്ങി അതിൽ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാതൃകാ പരീക്ഷകളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ളിൽ തന്നെ OMR ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം അവർ പ്രീവിയസ് ഇയർ ഇംഗ്ലീഷ്, മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഏത് പോർഷനാണ് വീക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഏരിയകളൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ മതി. ഇനി ഒരു മാസമേ ഉള്ളൂ എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. നമുക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച പോർഷൻസ് കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ ആ പോർഷൻസൊക്കെ കൂടുതൽ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ പറ്റും. മറ്റ് പ്രസിദ്ധീകരണങ്ങളൊന്നും തേടി ഇനി പോകരുത്. നമ്മൾ പഠിച്ചത് എന്താണോ ഏത് സോഴ്സ് ഉപയോഗിച്ചാണോ നമ്മൾ ഇതുവരെ പഠിച്ചത് ആ സോഴ്സ് തന്നെ വീണ്ടും ഫോളോ ചെയ്യുക. ഹോട്ടായിട്ടുള്ള, അതായത് എപ്പോഴും PSC ഇങ്ങനെ ഡിഗ്രി ലെവൽ എക്സാമിൻസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഏരിയകൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.